ജ്യോതി ബസുവിന്റെയും ബുദ്ധദേവ് ഭട്ടാചാര്യയുടെയും കാലത്ത് ബംഗാളിലൂടെ സഞ്ചരിക്കുമ്പോൾ എവിടെ നോക്കിയാലും ചുവപ്പുകൊടി മാത്രമേ കാണുകയുള്ളൂ. റോഡ് സൈഡിൽ എഴുതി വച്ചിട്ടുള്ളതും വലിയ ബാനറുകളും പ്ലാക്കാർഡുകളും എല്ലാം ചുവപ്പിൽ ആലേഖനം ചെയ്ത ചെങ്കൊടി അടയാളം പേറുന്ന കാര്യങ്ങളായിരിക്കും. ഒരൊറ്റ ത്രിവർണ പതാക എവിടെയും ഞാനന്ന് കണ്ടിട്ടില്ല. ജ്യോതി ബസു മഹത്തായ ഒരു പൈതൃകത്തിന്റെ ഉടമയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ യോഗ്യത ബംഗാൾ ഭരണത്തിൽ കണ്ടിട്ടില്ല. കാട്ടുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നതാണ് സത്യം. അതുപോലെ ബുദ്ധദേവ് ഭട്ടാചാര്യ ജ്യോതി ബസുവിന്റെ ശേഷം വന്നപ്പോൾ അദ്ദേഹം വലിയ ഒരു കവിയായിരുന്നു. സാഹിത്യത്തിൽ വളരെയേറെ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ. പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് വാങ്ങാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. ഈ രണ്ട് മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പിരിഞ്ഞതിന് ശേഷമാണ് മമത എന്ന മഹിള അവിടെ വന്നത്. അന്നത്തെ ഒരു യാത്രയിലെ അനുഭവങ്ങളാണ് ഏറെ രസകരമായിട്ടുള്ളത്. എന്റെ കൂടെ വളരെ സാത്വികനും സ്വാർത്ഥരഹിതനും ആയ ഒരു കമ്മ്യൂണിസ്റ്റ് സുഹൃത്തും ഉണ്ടായിരുന്നു, മലയാളി. ഞാൻ 1943 മുതൽ ഇന്ന് വരെ ഖാദിയാണ് ധരിക്കുന്നത്. ലോകത്തിലെ ഒരുമാതിരി രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചു. അപ്പോഴും ഈ കതർ ഷർട്ടും ഈ കതർ മുണ്ടും മാത്രമായിരുന്നു എൻ്റെ വേഷം. കളസമൊന്നും ആയിരുന്നില്ല. പക്ഷെ എൻ്റെ കമ്മ്യൂണിസ്റ്റ് ചങ്ങാതി ചെറുപ്പം മുതൽക്കേ കതർ മാത്രം ധരിക്കുന്ന വ്യക്തിയായിരുന്നു. ഞാൻ പുറത്ത് മാത്രമാണ് ഖാദി, അകത്ത് മില്ലുകൊണ്ടുണ്ടാക്കിയ ഇന്നർ വെയർ. സത്യമാണ്. എന്റെ ചങ്ങാതി കതർ തുണി വാങ്ങി ടൈലറടുക്ക കൊടുത്ത് വെട്ടി ആണ് ബനിയനും അണ്ടർവെയറും ഉണ്ടാക്കിയിരുന്നത്. അദ്ദേഹം വിശ്വസിച്ചിരുന്നു ഇത്, അത്രയ്ക്ക് സാത്വികത. പക്ഷെ പല കാരണങ്ങളാലും അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു വർക്കറായിരുന്നു. എത്രയോ കാലമായിട്ടുള്ള സ്നേഹബന്ധം നമ്മൾ തമ്മിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നു. യാത്ര എനിക്ക് പോകേണ്ടിയിരുന്നത്, ഞാൻ താമസിച്ചത് രാമകൃഷ്ണ മിഷന്റെ വിദേശികൾക്ക് വേണ്ടിയുള്ള ടൂറിസ്റ്റ് ഹോം. എയർപോർട്ടിൽ നിന്ന് ഏറെ ദൂരമുണ്ട്. അവിടെയാണ് ഞാൻ ഏതാനും ദിവസങ്ങൾ താമസിച്ചിരുന്നത്. രസകരമായ കാഴ്ചയാണ് അന്ന് ഞാൻ റോഡിന്റെ ഇരുവശത്തും കണ്ടത്. ചുവപ്പിന്റെ ഒരു ലാഞ്ചന ഒരു ദിക്കിലുമില്ല. ഒരു ദിക്കിലും മുദ്രാവാക്യങ്ങളില്ല, ചെങ്കൊടി അടയാളങ്ങളില്ല. മുഴുവൻ മമതാ ബാനർജി മാത്രമായിരുന്നു. ഒരു നിലത്തെഴുത്തില്ല, ചുമരെഴുത്തില്ല. വളരെ വേദനയോടെ എന്റെ സുഹൃത്ത്, സഖാവായ സുഹൃത്ത് എന്നോട് പറഞ്ഞു,
പപ്പേട്ട നാട്ടിൽ പോയാൽ ഇതാരോടും പറയരുത്. സത്യമാണ്. എല്ലാത്തിനും കാലഹരണമുണ്ട്. എത്രയോ കൊല്ലമായി അത് കാലഹരണപ്പെട്ടു. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാനത് പറയുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഓർക്കേണ്ടത് ഏത് രാഷ്ട്രീയ പാർട്ടിയേക്കാളും ഉപരിയായി ചെങ്കൊടിയുടെ അവകാശികൾ തന്നെയാണ്. നന്ദിഗ്രാം ഇവിടെ ആവർത്തിക്കണം, ബംഗാൾ ഇവിടെ ആവർത്തിക്കണം. ബംഗാളികൾ ഇന്ന് ചുരുങ്ങി. 30-ലധികം കൊല്ലങ്ങളിൽ മനോഹരമായ സുന്ദരമായ ഭരണത്തിന് ശേഷം ഇവിടുത്തെ ഹോട്ടലുകളിൽ മുഴുവൻ മേശ തുടക്കുവാൻ നമ്മൾ കണ്ടത് ബംഗാളികളെ ആയിരുന്നു. വാട്ട് എ ഫോൾ മൈ കൺട്രിമൻ. ഇതിനേക്കാളും വലിയ ഒരു വീഴ്ച ഈ പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ബംഗാളികളെയും മാറ്റി നിർത്തി ബംഗാളിന് തൊട്ടുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള വേലക്കാരാണ് നമ്മുടെ നാട്ടിൽ ജോലിക്ക് വരുന്നത്. അവിടെയൊക്കെ ത്രിപുരയിൽ നിന്നുമുണ്ട്, ജാർഖണ്ഡിൽ നിന്നുമുണ്ട്. അവിടെയൊക്കെ വളരെ സുന്ദരമായ ഭരണങ്ങളാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതിന്റെയൊക്കെ സമഗ്രമായ ഒരു വിവരണം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് ഭൗമികിന്റെ ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കുവാൻ കഴിയും. ഏതായാലും ഇത്തരത്തിലുള്ള ഏറെ കാലിക പ്രസക്തിയുള്ള ഈ പുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ശ്രീ അജീർ കുട്ടിക്ക് എന്റെ നമസ്കാരം. ഇതൊരു വിഷമം പിടിച്ച പ്രവൃത്തിയാണ് തർജ്ജമ, പരിഭാഷ എന്നത്. വളരെയധികം കാശ് കിട്ടുന്ന പ്രവൃത്തിയുമല്ല. എന്നിട്ടും ഒരു തപസ്യ പോലെ അത് ഏറ്റെടുത്ത അജീർ കുട്ടിയെ നാം എല്ലാവരും അഭിനന്ദിക്കേണ്ടത്. പിന്നെ ഈ തടിയൻ പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച് വിൽപ്പനയ്ക്ക് എത്തിച്ച പ്രിയദർശിനി, അതിന്റെ ഊർജ്ജസ്വലനായ എന്റെ സുഹൃത്ത് പഴകുളം മധു, അദ്ദേഹത്തോടും നാമൊക്കെ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, മര്യാദ കൊണ്ടല്ല, ശാരീരികമായ അവശത കൊണ്ട്. എനിക്ക് ശേഷം ഒരാൾ പ്രസംഗിക്കുന്നത് കേൾക്കും. അത് കഴിഞ്ഞാൽ ദയവായി എന്നെ പോകാൻ അനുവദിക്കണം.